എന്ന് പറയുന്നത് പോലീസ് സേനയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് ഈ ഒരു റോഡ് വീലേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമസ്കാരം, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായല്ലേ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇരുന്ന് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്ന റോഡ് വീലറിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് റെയർ ഫാക്ട്സ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു റോഡ് വീലർ ഉണ്ട്, അല്ലെങ്കിൽ റോഡ് വീലറിനെ കാണുന്ന സമയത്തൊന്നും ജസ്റ്റ് പേടിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലെ. റോഡ് വീലറിനെ വളർത്തിയിട്ടുള്ളവർക്കും അതുപോലെ റോഡ് വീലറിനെ പരിപാലിക്കുന്നവർക്കും അറിയാം. അതായത് റോഡ് വീലർ എന്ന് പറയുന്നത് നമ്മൾ നല്ലതുപോലെ തന്നെ അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു ബ്രീഡേ അല്ല റോഡ് വീലർ. റോഡ് വീലറിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും റോഡ് വീലറിന്റെ ലുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല ഗാംഭീര്യമുള്ള, കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കുള്ള കൂട്ടരാണ് റോഡ് വീലേഴ്സ് എന്ന് പറയുന്നത്. അഡൽട്ട് സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് റോഡ് വീലറിനെ കാണാൻ എന്നാ ലുക്ക് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി റോഡ് വീലറിനെ കുറിച്ചുള്ള 7 ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ചില ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റോഡ് വീലർ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അതായത് പഴക്കം എന്നല്ല അതിന് പറയുന്നത്, ഇപ്പൊ ഈ കാണുന്ന റോഡ് വീലർ എത്തുന്നതിന് മുന്നേ ഇവരുടെ പൂർവികർ ഉണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യത്തിലാണ്. അതായത് അന്നത്തെ കാലം തൊട്ട് തന്നെ ഇവരെ മെയിൻലി യൂസ് ചെയ്തിരുന്ന ഗാർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. റോമൻ സോൾജേഴ്സ് ലോകം കീഴടക്കാനായിട്ട് ഇറങ്ങി തിരിച്ച കാലമായിരുന്നു അന്നെന്ന് പറയുന്നത്. സോ അന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ കാണുന്ന പോലെ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ദിവസങ്ങളോളം അവർ തന്നെ കൂടെ കൊണ്ടുപോകണം. അതായത് പണ്ടത്തെ ഹിസ്റ്റോറിക് സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. അതായത് ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അവരുടെ കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. അതായത് കോഴി, ആട്, പശു, അങ്ങനെ എല്ലാ മൃഗങ്ങളെയും അവർ കൂടെ കൊണ്ടുപോകാറുണ്ട്. അന്നത്തെ കാലത്ത് ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അവരുടെ കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുന്നത് കേട്ടോ. അന്നത്തെ കാലത്തെ ഈ ഒരു റോഡ് വീലറിന്റെ പൂർവികരുടെ ദൗത്യം എന്ന് വെച്ചാൽ ഈ ഒരു കന്നുകാലികളെ കിലോമീറ്ററോളം കൊണ്ടുപോകാനും അതുപോലെ കാട്ടിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ്, മേയ്ക്കാനൊക്കെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു കന്നുകാലികളെ രക്ഷിക്കാനായിട്ടായിരുന്നു ഈ ഒരു റോഡ് വീലറിനെ കൂടെ കൊണ്ടുപോകുന്നത്. അന്നത്തെ കാലത്ത് ഫുഡിന്റെ അവൈലബിലിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ മോഷണങ്ങൾ വളരെ കൂടുതലായിരുന്നു. അപ്പൊ കാട്ടുമൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഇവരുടെ ഈ ഒരു കന്നുകാലികളെ സംരക്ഷിക്കാനായിട്ട് അതിശക്തമായ ഒരു നായ അവർക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു റോഡ് വീലറിന്റെ പൂർവികരെ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞ റോഡ് വീലർ വെറും സാധാരണ നായ്ക്കളല്ല കേട്ടോ. അതായത് ഈ ഒരു റോഡ് വീലറിന് ശരിക്കും യുദ്ധത്തിന്റെ കഥ തന്നെ പറയാനുണ്ടല്ലേ. കിലോമീറ്ററോളം വിശ്രമമില്ലാതെ ഓടാനും ഏത് കാട്ടുമൃഗത്തിനെ നേരിടാനുമുള്ള കരുത്ത് അന്ന് മുതൽ ഇവരുടെ രക്തത്തിലുണ്ട്. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് റോഡ് വീലറിന്റെ കഴുത്തിൽ ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് അറിയാമായിരുന്നോ? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം മധ്യ കാലഘട്ടത്തിലായിരുന്നു റോഡ് വീലറിന്റെ കഴുത്തിൽ ഈ ഒരു പണസഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ഈ ഒരു കന്നുകാലി കച്ചവടക്കാർക്കും അതുപോലെ കശാപ്പുകാർക്കും റോഡ് വീലർ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അന്നത്തെ കാലത്ത് ചന്തയിൽ നിന്ന് കന്നുകാലികളെ വിറ്റു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർണ്ണ നാണയങ്ങളൊക്കെ ഈ ഒരു റോഡ് വീലറിന്റെ കഴുത്തിലുള്ള സഞ്ചിയിലായിരുന്നു സൂക്ഷിക്കുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ഫാക്ടിൽ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് ഈ ഒരു ഫുഡിന്റെ അവൈലബിലിറ്റി കുറവും അതുപോലെ മോഷണങ്ങളൊക്കെ നല്ല കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്ലേസസിലൊക്കെ ഈ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന സ്വർണ്ണ നാണയങ്ങളൊക്കെ അവർക്ക് സ്വന്തമായി സൂക്ഷിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു റോഡ് വീലറിന്റെ കഴുത്തിൽ അവർ സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റോഡ് വീലറിനെ അവർ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഈ ഒരു പണമാണെങ്കിൽ അവർ സഞ്ചിയിലാക്കി റോഡ് വീലറിന്റെ കഴുത്തിൽ സൂക്ഷിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ പോലും റോഡ് വീലേഴ്സിനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതായത് റോഡ് വീലറിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ സഞ്ചിയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ എടുക്കാനായിട്ട് ഒരു കള്ളന്മാർ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. ആരെങ്കിലും ആ ഒരു റോഡ് വീലറിന്റെ കഴുത്തിലോട്ട് കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ തന്നെ കടി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ലോക്കർ എന്ന രീതിയിലാണ് റോഡ് വീലറിനെ വിശേഷിപ്പിച്ചത്. മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് റോഡ് വീലറിന്റെ റോട്ടി റംബിളിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് റോഡ് വീലേഴ്സ് ദേഷ്യപ്പെടുകയാണെന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ അവർ ദേഷ്യപ്പെടുന്നതല്ല, അവരുടെ സ്നേഹപ്രകടനം കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോ ഒരു റോഡ് വീലർ ഉണ്ടെങ്കിൽ ഈ ഒരു റോട്ടി റംബിൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് സ്നേഹിക്കുകയാണെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു റോട്ടി റംബിൾ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവർ ശരിക്കും പേടിച്ചു പോകും. കാര്യം റോഡ് വീലറിന്റെ ഒരു ഗ്രൗളിംഗ് സൗണ്ട് പോലെയാണ് അത് വരുന്നത്, അതായത് ദേഷിക്കുന്ന പോലെ തോന്നും. സത്യത്തിൽ ഈ ഒരു റോട്ടി റംബിൾ എന്ന് പറയുന്നത് ഒരു മുരൾച്ച പോലത്തെ സൗണ്ട് ആണെങ്കിലും കേൾക്കുന്നവർക്ക് അത് ദേഷ്യപ്പെടുകയാണെന്ന് തോന്നുമെങ്കിലും അവർ ദേഷിക്കുന്നതല്ല, അവർ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തന്റെ ഉടമസ്ഥനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. നാലാമത്തെ ഫാക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ് വീലേഴ്സിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. റോഡ് വീലറിനെ കുറിച്ചുള്ള സ്റ്റഡീസും തിയറീസും ഒക്കെ നടത്തി
നടത്തിയ സമയത്താണ് ഈ ഒരു റോഡ് വീലറിന് നല്ല ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് കേട്ടോ. അതായത് നമ്മളിപ്പോ ഇന്ത്യൻ സ്പിറ്റ്സ്, അതായത് പൂടപ്പട്ടി, അതേപോലെ ചില ബ്രീഡ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും, അവർ പോകുന്നവരെ നിർത്താതെ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. പക്ഷെ അതേസമയം റോഡ് വീലറിന്റെ കേസ് പരിശോധിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചുമ്മാ കുറച്ച് ചാടുന്നവരല്ല, അവരെന്തിനാണ് കുരയ്ക്കുന്നത് എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ അറിയാം. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് അവർ കുരയ്ക്കണോ വേണ്ടോ എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് അവർ കണ്ടുപിടിച്ചത് കേട്ടോ. റോഡ് വീലേഴ്സിന് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അതായത് തന്റെ ഉടമസ്ഥൻ എന്തെങ്കിലും അപകടത്തിലാണോ അതോ വെറുതെ ആരെങ്കിലും ഉടമസ്ഥനെ കാണാൻ വന്നതാണോ സംസാരിക്കാൻ വന്നതാണോ എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയ റോഡ് വീലർ ആണെങ്കിൽ അവർ വെറുതെ ആരെയും ഉപദ്രവിക്കാറുമില്ല, അതുപോലെ തന്നെ വെറുതെ കുരയ്ക്കാറുമില്ല. ഈ ഒരു സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി റോഡ് വീലേഴ്സ് എന്ന് പറയുന്നത് നല്ലതുപോലെ വിവേകം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ തിങ്കിങ് ഡോഗ്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പോലീസ് സേനയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് ഈ ഒരു റോഡ് വീലേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. 20th സെഞ്ചുറിയുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഈ ഒരു നായ്ക്കളെ പോലീസ് സേനയിൽ ചേർക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് ആദ്യം പരിഗണിച്ചത് റോഡ് വീലേഴ്സിനെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് 2000 വർഷം മുൻപ് തന്നെ ഈ ഒരു റോഡ് വീലേഴ്സിന്റെ പൂർവികരെ നല്ലതുപോലെ തന്നെ ഗാർഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ കാലത്ത് ഈ ഒരു കന്നുകാലികളെയൊക്കെ കിലോമീറ്ററോളം ഓരോ മലനിരകളിലൂടെയൊക്കെ ഇവർ നല്ലതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയായിരുന്നു ഈ ഒരു റോഡ് വീലേഴ്സിന്റെ പൂർവികർ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സേനയിൽ ആദ്യം ഇവരെ തന്നെ പരിഗണിച്ചത്. കാര്യം അവരുടെ ധൈര്യവും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ റോഡ് വീലേഴ്സിനെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 1910 ജർമ്മനിയിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പോലീസ് നായ്ക്കൾ എന്ന് പറയുന്നത് റോഡ് വീലേഴ്സ് ആയിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് കുറ്റവാളികളെ തിരുത്താനും മയക്കുമരുന്നുകൾ കണ്ടെത്താനും അവർ മിടുക്കരായിരുന്നു. ആറാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ഒരു റോഡ് വീലേഴ്സിനെ പരിശോധിച്ചാൽ അറിയാനായിട്ട് പറ്റും. അതായത് റോഡ് വീലേഴ്സിന്റെ വാലുകളൊക്കെ അന്ന് മുറിക്കുമായിരുന്നു കേട്ടോ. അത് കൂടുതൽ റോഡ് വീലേഴ്സിനെ മുറിക്കും. നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് ഡോബോമാന്റെ അതേപോലെ ഇയറും വാലും ഒക്കെ കട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില കേസസിൽ റോഡ് വീലേഴ്സിനെ ചില ആൾക്കാർ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം കൂടുതൽ റോഡ് വീലേഴ്സിന്റെ വാലങ്ങനെ കട്ട് ചെയ്യാറില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് അത് കൂടുതലായിരുന്നു. അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു കന്നുകാലികളെയൊക്കെ മേയ്ക്കാനും അതുപോലെ കന്നുകാലികൾക്കൊക്കെ കാവലായിട്ട് ഈ ഒരു റോഡ് വീലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അന്നത്തെ കാലത്ത് ഈ ഒരു കന്നുകാലികളുടെയൊക്കെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് ഈ ഒരു റോഡ് വീലേഴ്സിന്റെ വാലുകളൊക്കെ ദേഹത്തൊക്കെ തട്ടി ഇങ്ങനെ മുറിയാറുണ്ട്. അന്നത്തെ കാലത്ത് ഇതുപോലെ മുറിവുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരാറുണ്ട്. അതായത് ഈ ഒരു മുറിവിൽ ഈച്ചകളൊക്കെ വന്നിരുന്നതിന് ശേഷം അത് പുഴുത്ത് പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ ആവുമായിരുന്നു. അപ്പൊ അന്ന് മരുന്നുകളില്ല, അതുപോലെ തന്നെ ചികിത്സകളും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ഡോഗ്സ് മരിക്കാതിരിക്കാനാണ് ചെറുപ്പത്തിൽ തന്നെ ഇവർ ഈ ഒരു ഡോഗിന്റെ വാല് കട്ട് ചെയ്ത് കളയും. ഏഴാമത്തെയും അതുപോലെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ലാസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് ഈ ഒരു റോഡ് വീലേഴ്സിനെ കാണാനായിട്ട് ഭീമന്മാരാണെങ്കിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും കൊച്ചുകുട്ടികളെ പോലെയാണ് കേട്ടോ. അതായത് നമ്മൾ കേരളത്തിലെ വൈറലായിട്ടുള്ള റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ അമ്മമാരുടെ കൂടെയൊക്കെ ഈ ഒരു റോഡ് വീലേഴ്സിലെ പാപ്പം തിന്നാൻ കൈകൊട്ടെന്നൊക്കെ പറയുന്ന ഫണ്ണി ആയിട്ടുള്ള റീൽസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കാണാനുള്ള ആ ഒരു ഭീമൻ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഓണേഴ്സിന്റെ ആ ഒരു സ്നേഹം കിട്ടാനും അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് അവർ ഏത് എക്സ്ട്രീം വരെ വേണമെങ്കിലും പോകും. കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണേഴ്സിനോട് ടൈം സ്പെൻഡ് ചെയ്യാനാണ്. അതിപ്പോ ഏത് ബ്രീഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏകദേശം 50 കിലോയോളം ഭാരം ഉണ്ടെങ്കിലും ഉടമസ്ഥൻ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി ഇരിക്കാനും അതുപോലെ അവരുടെ മടിയിൽ കയറി ഇരിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോഡ് വീലേഴ്സ് പലപ്പോഴും അവർ ഇത്രത്തോളം വലുതാണെന്നുള്ള കാര്യം മറന്നു പോകും കേട്ടോ. അവരുടെ മനസ്സിൽ എപ്പോഴും അവർ ആ ഒരു പപ്പി സ്റ്റേജ് പോലെ ചില സമയത്ത് ബിഹേവ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം ഇവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. എപ്പോഴും സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കാതെ സത്യം പറഞ്ഞ ആരാണല്ലേ? എല്ലാവർക്കും എപ്പോഴും ഇതേപോലെ ലവിങ് ആൻഡ് കെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുമോ? നമ്മൾ മനുഷ്യർക്കാണെങ്കിലും അത് ഇഷ്ടമാണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി റോഡ് വീലേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് റെയർ ഫാക്ട്സ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഫാക്ട്സിനകത്ത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാമെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫാം അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ ഞാൻ ഒരു നമ്പർ പിൻ ചെയ്തേക്കാം. അപ്പൊ അതിനകത്തോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ബിസിനസ് അതുപോലെ ഫാം പെറ്റ് ഷോപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു പ്രൊമോഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.